കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ബഹ്റിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ്. നമസ്കാരം. ഇന്ന് 2025 ജനുവരി 23 വ്യാഴാഴ്ച. 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. രാജ്യത്ത് സ്വദേശികളുടെ ബിസിനസ് സംരംഭങ്ങളുടെ വാർഷിക വാണിജ്യ രജിസ്ട്രേഷൻ ഫീസ് കുറക്കുന്നത് സംബന്ധിച്ചുള്ള ബിൽ കഴിഞ്ഞ ദിവസം ബഹ്റിൻ പാർലമെന്റ് പാസാക്കി. ചെറുകിട ബിസിനസ്സുകൾക്ക് CR ഫീസ് 30 ബഹ്റിൻ ദിനാറായും ബഹ്റിനികളുടെ ഉടമസ്ഥതയിലുള്ള കമ്പനികൾക്ക് 60 ദിനാറായും വെട്ടിക്കുറക്കാനാണ് പാർലമെന്റ് അംഗീകാരം നൽകിയത്. 2015 വാണിജ്യ രജിസ്ട്രേഷൻ നിയമത്തിൽ ഭേദഗതി വരുത്തുന്ന പ്രസ്താവനയാണ് പാർലമെന്റ് കഴിഞ്ഞ ദിവസം പാസാക്കിയത്. പദ്ധതി നടപ്പാക്കുന്നതോടെ സംരംഭകരുടെ പ്രതിസന്ധികൾക്ക് അയവ് വരുമെന്ന് വിശ്വസിക്കുന്നതായി പാർലമെന്റ് MPമാർ പറഞ്ഞു. എന്നാൽ ഫീസ് ഇളവ് പരിഷ്കാരത്തിൽ ബഹ്റിൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ബഹ്റിൻ ബിസിനസ് അസോസിയേഷൻ ഈ നീക്കത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ബഹ്റൈനിലെ ടാക്സികളിൽ സ്മാർട്ട് മീറ്റർ സ്ഥാപിച്ച് ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും സന്ദർശകർക്കും ന്യായമായതും സുതാര്യവുമായ സേവനം ഉറപ്പുവരുത്തുന്നതിനൊപ്പം ഏറ്റവും പുതിയ ഡിജിറ്റൽ വികസനങ്ങളുമായി ഒത്തുപോകുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. രാജ്യത്തെ ടാക്സികളിൽ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നത് പൂർത്തിയായതായി ലാൻഡ് ട്രാൻസ്പോർട്ട് ആൻഡ് പോസ്റ്റൽ അഫയേഴ്സ് അണ്ടർ സെക്രട്ടറി ഫാത്തിമ അബ്ദുള്ള അൽദാൻ അറിയിച്ചു. ഇതോടെ ടാക്സി ഡ്രൈവറുടെ വിവരങ്ങൾ, യാത്രാ റൂട്ടുകൾ, യഥാർത്ഥ യാത്രാക്കൂലി, അംഗീകൃത നിരക്കുകൾ എന്നിവയെല്ലാം അറിയാൻ സാധിക്കും. ബഹ്റിൻ ദേശീയ ക്രിക്കറ്റ് ടീമിൽ ഇടം ലഭിച്ച മുഹമ്മദ് ബാസിലിനെ OICC പാലക്കാട് ജില്ലാ കമ്മിറ്റി ആദരിച്ചു. പാലക്കാട് സ്വദേശിയായ മുഹമ്മദ് ബാസിൽ ഇന്ത്യൻ സ്കൂൾ +1 വിദ്യാർത്ഥിനിയാണ്. കഴിഞ്ഞ മാസം ICC ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ടി ദുബായിൽ സംഘടിപ്പിച്ച ILT20 മത്സരങ്ങളിൽ ബഹ്റിൻ ദേശീയ ടീമിന് വേണ്ടി മികച്ച പ്രകടനം നടത്താൻ സാധിച്ചിരുന്നു. OICC ഓഫീസിൽ നടന്ന ചടങ്ങിൽ OICC പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സൽമാൻ അൽ ഫാരിസ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി നിസർ കുന്നംകുളത്തിങ്കിൽ സ്വാഗതം ആശംസിച്ചു. OICC ആക്ടിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ, ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മനു മാത്യു, പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി സുനിൽ ചെറിയാൻ, ദേശീയ കമ്മിറ്റിയുടെ ട്രഷറർ ലത്തീഫ് ആയഞ്ചേരി, ഹുസൈൻ കൈക്കുളത്ത്, ഷംന ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. ഷാക്കിർ തൃത്താല നന്ദി പറഞ്ഞു. ബഹ്റൈനിലെ ആലപ്പുഴ ജില്ലക്കാരുടെ കൂട്ടായ്മയായ വോയിസ് ഓഫ് ആലപ്പുഴയുടെ 2025-26 പ്രവർത്തന കാലയളവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ കമ്മിറ്റിയുടെ സ്ഥാനാരോഹണവും ക്രിസ്മസ് പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. പരിപാടിയിൽ വോയിസ് ഓഫ് ആലപ്പി കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും തരംഗ് മ്യൂസിക്കൽ ടീം അവതരിപ്പിച്ച ഗാനമേളയും ശ്രദ്ധേയമായി. ICRF ചെയർമാൻ അഡ്വക്കേറ്റ് VK തോമസ് ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ പ്രസിഡന്റ് സിബിൻ സലീം അധ്യക്ഷത വഹിച്ചു. വോയിസ് ഓഫ് ആലപ്പി രക്ഷാധികാരിയും ആതുര സേവന രംഗത്തും ജീവകാരുണ്യ മേഖലയിലും ബഹ്റൈനിൽ 4.5 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ഡോക്ടർ PV ചെറിയാനെ ചടങ്ങിൽ ആദരിച്ചു. ബഹ്റിൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് വികാരി ഫാദർ ജേക്കബ് തോമസ് ക്രിസ്മസ് സന്ദേശം നൽകി. ഡോക്ടർ അതുല്യ ഉണ്ണികൃഷ്ണൻ, BMC ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്ത്, രക്ഷാധികാരി അനിൽകുമാർ UK എന്നിവർ ആശംസകൾ നേർന്നു. സെക്രട്ടറി ധനേഷ് മുരളി സ്വാഗതവും ട്രഷറർ ബോണി മുളപ്പാമ്പള്ളി നന്ദിയും പറഞ്ഞു. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം.
സാമ്പത്തിക ബാധ്യതയും ഗുരുതരമായ കരൾ ഹൃദ്രോഗബാധയും മൂലം ദുരിതത്തിലായിരുന്ന കാസർഗോഡ് സ്വദേശി മണിപ്രസാദ് നാട്ടിലെത്തി. നാട്ടിൽ സഹകരണ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് ബഹ്റൈനിൽ ബിസിനസ് തുടങ്ങിയ മണിപ്രസാദിന് കോവിഡ് കാലത്ത് നേരിട്ടത് 1.5 കോടി രൂപയുടെ നഷ്ടമായിരുന്നു. ഇതോടൊപ്പം ഗുരുതരമായ ഹൃദ്രോഗം കൂടി ഇദ്ദേഹത്തെ ബാധിച്ചു. പിന്നീട് കരൾ, വൃക്ക എന്നീ അവയവങ്ങളും തകരാറിലായി. യാത്രാവിലക്ക് ഉള്ളതിനാൽ നാട്ടിൽ പോയുള്ള ചികിത്സ സാധ്യമായിരുന്നില്ല. തുടർന്ന് പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ PROയും ബഹ്റൈൻ ചാപ്റ്റർ പ്രസിഡന്റുമായ സുധീർ തിരുവനന്തപുരത്ത് നടത്തിയ ഇടപെടലിൻ്റെ ഫലമായാണ് മണിപ്രസാദിൻ്റെ നാട്ടിലേക്കുള്ള യാത്ര സാധ്യമായത്. ബഹ്റൈൻ പ്രതിഭ, ഹോപ്പ് ബഹ്റൈൻ തുടങ്ങിയ സംഘടനകളും വിവിധ സാമൂഹ്യ പ്രവർത്തകരും കൂടി അദ്ദേഹത്തിന് സഹായത്തിനായി മുന്നോട്ട് വന്നിരുന്നു. രാജ്യത്ത് വൻ മയക്കുമരുന്ന് വേട്ട. 46,000 ദിനാർ വില വരുന്ന 5 കിലോ മയക്കുമരുന്നുകളും വിവിധ ലഹരി വസ്തുക്കളുമാണ് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ ആന്റി നാർക്കോട്ടിക്സ് വിഭാഗം പിടികൂടിയത്. വിവിധ രാജ്യക്കാരായ നിരവധി പേർ പിടിയിലായി. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ലഹരി വസ്തുക്കൾ കണ്ടുകെട്ടുകയും പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തതായും മറ്റ് നിയമ നടപടികൾ നടന്നു വരുന്നതായും കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായും ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. അന്താരാഷ്ട്ര ബാസ്കറ്റ്ബോൾ ഫെഡറേഷൻ വേൾഡ് ടൂർ 14-ാം പതിപ്പിൻ്റെ ഫൈനലിന് മനാമ വേദിയാകും. 2025 നവംബർ 21, 22 തീയതികളിലായാണ് ഫൈനൽ മത്സരങ്ങൾ നടക്കുക. ജപ്പാനിലെ ഒസുനോമിയയിൽ ഏപ്രിൽ 26-ന് ആരംഭിക്കുന്ന മത്സരങ്ങൾ 3 ഭൂഖണ്ഡങ്ങളിലെ 15 നഗരങ്ങളിലായാണ് നടക്കുന്നത്. അതിൽ ഫൈനൽ മത്സരങ്ങൾക്ക് മാത്രമാണ് മനാമ വേദിയാവുക. വേൾഡ് ടൂർ 14-ാം പതിപ്പിൻ്റെ ഫൈനലിന് ബഹ്റിനെ തെരഞ്ഞെടുത്തതിന് ബഹ്റിൻ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ആല മുദറ സന്തോഷവും അഭിമാനവും പ്രകടിപ്പിച്ചു.